ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചുകൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ചിക്കൻ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 3 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി അതുപോലെ ഞാൻ ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വെജിറ്റബിൾ ആണെങ്കിൽ അതും ഒഴിവാക്കിയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പ്രശ്നമൊന്നുമില്ല മുട്ട ചേർത്തിട്ടില്ലെങ്കിലും. ഇനി നമുക്കിത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഓവറൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുളക് അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇതിലേക്ക് കുറച്ച് മലയാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായിട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ആയിരിക്കും നന്നാവുക. ഞാൻ സാധാ മുളക് പൊടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് കുരുമുളകൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോഴേലും നല്ലപോലെ മിക്സായി കിട്ടുള്ളൂ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ബ്രെഡ് ക്രംസ് ഇല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഏത് വേണമെങ്കിലും പൊടികളും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ബ്രെഡ് ആകുമ്പോൾ പിന്നെ നമുക്കറിയാമല്ലോ ഒന്നും കൂടി ഒരു നല്ലതായിരിക്കും. ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദപ്പൊടിയോ അല്ലെങ്കിൽ എഗ്ഗോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ തിക്കായിട്ട് വേണ്ട കേട്ടോ, കുറച്ചൊരു ലൂസ് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോൾസ് നല്ലപോലെ ഉരുട്ടിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മയണൈസ്, കുറച്ചൊരു കട്ടിയുള്ള മയണൈസ് തന്നെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് മയണൈസ് ഓവർ പുറത്തില്ലാത്തൊരു രീതിക്ക് നമ്മളിതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എഗ്ഗിന് പകരമാണ് നമ്മളിവിടെ കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊന്ന് ഇനി നമുക്കിത് ചൂടുള്ള എണ്ണയിലേക്കൊന്ന് ഇട്ടതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിൽ മയണൈസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള ചേരുവ മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ല ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.